വെൽക്കം ടു ഓൾ. ബ്രില്യൻസ് അക്കാദമിയുടെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ TMA പോർഷനായിട്ടുള്ള കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അയോണിക് ഇക്വിലിബ്രിയം അതൊക്കെ എടുത്ത സമയത്ത് കെമിക്കൽ തെർമോഡൈനാമിക്സ് അതിലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഒരു ഈക്വൽ ആവുന്ന ആ എക്സ്റ്റെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഫ്രീ എനർജി ചേഞ്ച് അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഇസ് ഓൾവേസ് 0 ആയിരിക്കും. പിന്നെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണെന്നാണ്. ഡൈനാമിക് ഇക്വിലിബ്രിയം ഇസ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻ വേർ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സെയിം ആവുന്ന ആ ഒരു ഇതിനെയാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾസോ നോൺ ആസ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം മീൻസ് ദ റിയാക്ഷൻ ഹാസ് സ്റ്റോപ്ഡ്. ബട്ട് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ്. ദെൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് റിയാക്റ്റന്റിനെ പ്രൊഡക്റ്റ് ആക്കി പ്രൊഡക്റ്റിനെ വീണ്ടും എന്താക്കാൻ പറ്റും, റിയാക്റ്റന്റിനെ മാറ്റാൻ പറ്റുന്നതാണ്. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ നടത്താൻ പറ്റൂ. റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ആവും, പക്ഷെ ആ പ്രൊഡക്റ്റിനെ വീണ്ടും എന്താക്കി മാറ്റാൻ പറ്റില്ല, റിയാക്റ്റൻ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഈ ആരോ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെയുള്ള ഒരു ആരോ കൊണ്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം റെപ്രസെൻ്റ് ചെയ്യുക. ഹാഫ് ആരോ ആണ് അല്ലേ. ഇങ്ങനെ ഇങ്ങോട്ടുള്ളതിനെ ഫോർവേഡ് എന്നും തിരിച്ചുള്ളതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് ആണ്. നോക്കൂ, കെമിക്കൽ ഇക്വിലിബ്രിയം ഇസ് ഡൈനാമിക് ഇൻ നേച്ചർ നമ്മൾ കണ്ടു. ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻ ഫ്രം എയ്തർ സൈഡ്, നമുക്ക് ഫോർവേഡിനോ ബാക്ക്വേർഡിനോ ഒരു കാറ്റലിസ്റ്റിന് പോലും എന്താ ചെയ്യാൻ പറ്റില്ല, ഇക്വിലിബ്രിയത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ എന്ത് പറ്റില്ല, കാറ്റലിസ്റ്റിനും പറ്റില്ല. ഇക്വിലിബ്രിയം ഇൻ ഫിസിക്കൽ പ്രോഗ്രസ് ഫേസ് ഇക്വിലിബ്രിയം ആണ്, ഒരു ഫേസ് ആണ്. ഇപ്പോൾ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എക്സാമ്പിൾ നോക്കൂ, H2O സോളിഡ് ആണ്, അതെന്തായിട്ട് മാറാണ്, H2O ലിക്വിഡ് ആയിട്ട് മാറാണ്. അതാണ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. ദെൻ ലിക്വിഡ് വേപ്പർ, വാട്ടറിനെ വേപ്പർ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സാണ് അല്ലേ. നോക്കൂ, ഇനി സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, സോളിഡിനെ നമ്മൾ വേപ്പർ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. അവിടെ സോളിഡ് സ്റ്റേറ്റും വേപ്പർ അങ്ങനെയാണ് ഇക്വിലിബ്രിയം വരുന്നത്. ഇനി സൊല്യൂട്ട് സൊല്യൂഷൻ ഇക്വിലിബ്രിയം എങ്ങനെയാണ്, ഷുഗർ ഇൻ സൊല്യൂഷന് നമ്മൾ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആ ഷുഗറിനെ വീണ്ടും ഷുഗർ സൊല്യൂഷൻ, ആ ഒരു റിയാക്ഷനാണ് സൊല്യൂഷൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഫേസ് ആൻഡ് ഫേസ് ഇക്വിലിബ്രിയം ആണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ഫേസ് ആണ്, അത് നോക്കാം. ഇവിടെ നോക്കും, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും സോളിഡ് സ്റ്റേറ്റ്, അങ്ങനെ കൺവേർഷനാണ്. ഇനി ഇക്വിലിബ്രിയം ഇൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് സിസ്റ്റം ആണ്. സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ഫേസ്, ആകെ ഒരു ഫേസ് മാത്രമാണ്, അത് ഹോമോജീനിയസ് സിസ്റ്റം ആണ്. ഇനി ഹെട്രോജീനിയസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, അവിടെ മോർ ദാൻ വൺ ഫേസ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്ക്, ഗ്യാസ് ഫേസ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആണ്, അവിടെ എന്താണ്, റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഒക്കെ എന്ത് തന്നെയാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ലിക്വിഡ് ഫേസ് ആണെങ്കിലും ഒക്കെ ലിക്വിഡ് തന്നെയാണ്. ഇനി ഹെട്രോജീനിയസ് കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ സോളിഡ്സ് ഉണ്ടാവും, ലിക്വിഡ്സ്, ഗ്യാസ്, അങ്ങനെ അവരെന്താണ്, മിക്സിംഗ് ആയിരിക്കും ഫേസ്. ഇനി ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താ, ദ ലോ ഓഫ് മാസ് ആക്ഷൻ സ്റ്റേറ്റ് ദാറ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് റിയാക്ടൻറ്റ്. കണ്ടോ, കോൺസെൻട്രേഷൻ നമ്മൾ ഇങ്ങനെ എഴുതാം, സ്ക്വയർ ബ്രാക്കറ്റിൽ അതിൻ്റെ ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് നമ്മൾ Kc Kp, Kc എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റൻറ്റ് കോൺസെൻട്രേഷൻ ആണ്. Kp എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിലാണ് നമ്മൾ പറയുക, കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിലാണ് Kp എന്ന് കൊടുക്കുക. പ്രഷറിൻ്റെ ടേംസിലും നമ്മൾ പറയുന്നു, ദെൻ കോൺസെൻട്രേഷൻ്റെ ടേംസിലും പറയുന്നതാണ് Kc Kp എന്ന് കൊടുത്തത്. Then units of equilibrium constant ആണ്. Units of equilibrium constant Kc or Kp depends upon the fact whether during the reaction there is any change in the molecule of the substance ആണ്. ഇവിടെ നോക്കൂ, the reaction in which there is no change in moles of substance delta n is equal to 0 ആണ്. Kp and Kc no units in such case, അവിടെ Kp Kc ഉണ്ടാവുന്നില്ല. ഇനി ഫാക്ടർ എഫക്റ്റിംഗ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ലേഷാൾവിയർ പ്രിൻസിപ്പിൾ ആണ്, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലേഷാൾവിയർ പ്രിൻസിപ്പിൾ നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചറോ പ്രഷറോ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ നമ്മൾ സ്റ്റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിയാക്റ്റൻ്റെ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അങ്ങനെ നമ്മൾ ലേഷാൾവിയർ പ്രിൻസിപ്പിൾ എന്താണെന്നൊക്കെ
പഠിച്ചതാണ്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ലേ ഷാൾവിയർ പ്രിൻസിപ്പിൾ, അതേപോലെയാണ് നമുക്കൊരു സിസ്റ്റത്തിൻ്റെ എന്തിലെങ്കിലും ഒരു ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുന്ന സമയത്ത് സിസ്റ്റം അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, ഹേബർ ബോഷ് റിയാക്ഷൻ ആണ് ഒരു എക്സാമ്പിൾ ലേ ഷാൾവിയർ പ്രിൻസിപ്പിൾ. നമ്മൾ അമോണിയൻ്റെ പ്രിപ്പറേഷനാണ് അത് യൂസ് ചെയ്യുന്നത്. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. Kc Kp ആ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഇക്വേഷൻ K എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണാനുള്ള ഇക്വേഷനാണ് എന്താണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ്, ഇവിടെ എന്താണ് ഇത് കണ്ടോ, ഇതാണ് പ്രൊഡക്റ്റ്, ഇതാണ് റിയാക്റ്റൻ്റ്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. കണ്ടോ ഇവിടെ ഇതാണ് അതിൻ്റെ ടേംസ്, അതിനെയാണ് മുകളിൽ കൊടുക്കുന്നത്. നമ്മൾ എത്ര എടുത്തു എന്നുള്ള അളവാണ് കാണിക്കുന്നത്. ഓക്കെ, പ്രെഡിക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ഇപ്പോൾ QC ഈസ് ഗ്രേറ്റർ ദാൻ KC ആണ്, ദ റിയാക്ഷൻ വിൽ പ്രൊഡ്യൂസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ റിവേഴ്സ് റിയാക്ഷൻ ആണ്. ഇഫ് QC ഈസ് ലെസ് ദാൻ KC, ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊഡക്റ്റ്. QC ഈസ് ഈക്വൽ ടു KC, ദ റിയാക്ഷൻ മിക്സ്ചർ അറ്റ് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ അയോണിക് ഇക്വിലിബ്രിയത്തിലും ഒക്കെ ഇതിനെ പറ്റി കുറേ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു.